2025 മെയ് മാസം 3-ാം തീയതി ചെന്നൈ താമ്പരത്തിനടുത്തുള്ള വരദരാജപുരം എന്ന സ്ഥലം. സമയം രാവിലെ 3:15. ആ അർദ്ധരാത്രി സമയത്ത് ഉറങ്ങിക്കൊണ്ടിരുന്ന ഡാർവിൻ എന്ന വ്യക്തിക്ക് അപ്രതീക്ഷിതമായി ഒരു ഫോൺ കോൾ വന്നു. പൂർണ്ണമായും ഉണർന്നില്ലെങ്കിലും കണ്ണ് തിരുമ്മിക്കൊണ്ട് ഈ സമയത്ത് ഇത് ആരാണ് വിളിക്കുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് അയാൾ ഫോൺ എടുത്തു. ആ കോള് കണ്ടപ്പോൾ അയാളുടെ ഉറക്കം പൂർണ്ണമായി നഷ്ടമായി. കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചോ? ഇങ്ങനൊരു ആശയക്കുഴപ്പത്തോടു കൂടി ഫോൺ അറ്റൻഡ് ചെയ്ത് സംസാരിക്കാൻ തുടങ്ങി. ഫോണിന്റെ മറുവശത്ത് കാർത്തിക് രാജ എന്നയാൾ സംസാരിച്ചു. അവൻ പറഞ്ഞത്, സ്റ്റെഫിക്ക് സുഖമില്ല, നീ വന്ന് ഒന്ന് സഹായിക്കണം എന്ന്. ഇത് കേട്ടപ്പോൾ ഡാർവിൻ ഭയന്നു. സ്റ്റെഫിക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. പക്ഷെ കാർത്തിക് രാജ പറഞ്ഞത്, നീ വേഗം വാ എന്ന് പറഞ്ഞ് ഫോണ് കട്ട് ചെയ്തു. ഇപ്പോൾ ഡാർവിൻ വല്ലാത്ത ഭയത്തിൽ ഉറങ്ങിക്കിടന്നിരുന്ന അമ്മ എഴുന്നേൽപ്പിച്ചു. സ്റ്റെഫിക്ക് സുഖമില്ല, വേഗം അമ്മ റെഡിയാകെന്ന് പറഞ്ഞു. അതേസമയത്ത് തന്റെ കുട്ടിക്കാല സുഹൃത്തും ഇപ്പോൾ ഡോക്ടറായി ജോലി ചെയ്യുന്ന ഒരാളെ വിളിച്ചു. സംഭവിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇപ്പോൾ ഈ 3 പേരും ചേർന്ന് സ്റ്റെഫിയുടെ വീട്ടിലേക്ക് പോയി. സ്റ്റെഫിയുടെ വീട് വളരെ ദൂരെയൊന്നും അല്ല, ഇവരുടെ വീടിനടുത്ത് തന്നെയാണ്. അവിടെ എത്തുമ്പോൾ സ്റ്റെഫി ബോധം നഷ്ടപ്പെട്ട് കിടക്കുന്നതായിരുന്നു കണ്ടത്. ഇതെല്ലാവർക്കും വലിയ ഞെട്ടലായി. ഡാർവിനും അമ്മയും ഓടി സ്റ്റെഫിയുടെ അടുത്തേക്കെത്തി ഉണർത്താൻ ശ്രമിച്ചു. പക്ഷെ സ്റ്റെഫിക്ക് യാതൊരു പ്രതികരണവും ഇല്ല. ഡാർവിൻ തുടർച്ചയായി ചോദിച്ചുകൊണ്ടിരുന്നു, എന്ത് സംഭവിച്ചു, എന്തുകൊണ്ടാണ് സ്റ്റെഫിക്ക് ബോധം നഷ്ടപ്പെട്ടത് എന്ന്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന രാജ്മോഹൻ എന്ന വ്യക്തി പറഞ്ഞത്, സ്റ്റെഫി ബാത്റൂമിൽ വീണു, അതിനുശേഷം അവൾക്ക് ബോധം നഷ്ടപ്പെട്ടു എന്ന്. ഡാർവിൻ തന്റെ ഡോക്ടർ സുഹൃത്തിനെ വിളിച്ച് സ്റ്റെഫിയെ പരിശോധിക്കാൻ പറഞ്ഞു. ഡോക്ടർ പരിശോധിച്ചിട്ട് മറ്റൊന്നും പറഞ്ഞില്ല. പെട്ടെന്ന് തന്നെ അവളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. തൊട്ടടുത്തുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് അടുത്ത സെക്കൻഡ് തന്നെ എത്തി. എന്നാൽ ആശുപത്രിയിൽ ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞത് സ്റ്റെഫി ഇതിനകം മരിച്ചുവെന്നാണ്. ഡാർവിനും അമ്മയ്ക്കും ഇത് വിശ്വസിക്കാനേ സാധിച്ചില്ല. ആ സെക്കൻഡ് തന്നെ അവർ പൊട്ടിക്കരയാൻ തുടങ്ങി. ഇപ്പോൾ ചോദ്യം, ഈ സ്റ്റെഫി ആരാണ്? ഡാർവിൻ കുടുംബവുമായുള്ള ഇവരുടെ ബന്ധം എന്താണ്? കാർത്തിക് രാജ ആരാണ്? സ്റ്റെഫിക്ക് എന്ത് സംഭവിച്ചു? 2025 ഓഗസ്റ്റ് മാസത്തിൽ മുഴുവൻ തമിഴ്നാടിനെയും ഞെട്ടിപ്പിച്ചൊരു കേസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത്. ചെന്നൈ താമ്പരം വരദരാജപുരത്ത് താമസിക്കുന്ന സുനിത ദേവി തന്റെ ഭർത്താവ്, മകൾ സ്റ്റെഫി, മകനായ ഡാർവിൻ ഇവരോടൊപ്പം വളരെ സന്തോഷകരമായി ജീവിക്കുകയായിരുന്നു. പക്ഷേ കോവിഡ് പോലൊരു സംഭവമായിരുന്നു അവളുടെ ജീവിതത്തെ മാറ്റിമറിച്ചത്. സുനിതയുടെ ഭർത്താവ് കോവിഡ് മൂലം മരിച്ചപ്പോൾ ആ കുടുംബത്തിന്റെ ഒരു തല നഷ്ടപ്പെട്ടെങ്കിലും സുനിത പ്രതീക്ഷ നഷ്ടപ്പെടാതെ തന്റെ വീടിന്റെ ഒരു ഭാഗം വാടകയ്ക്ക് കൊടുത്തു. ആ ഒറ്റ സ്ത്രീയായി തന്റെ കുടുംബത്തെ പരിപാലിച്ചു. 2022 രാജ്മോഹൻ എന്നൊരു വ്യക്തി സുനിതയുടെ വീട്ടിൽ വാടകക്കാരനായി എത്തി. ആ സമയത്ത് സ്റ്റെഫി കോളേജിൽ പഠിക്കുകയായിരുന്നു. സ്റ്റെഫിയുമായി ഒരു പരിചയമുണ്ടായി. കാലം കടന്നുപോയപ്പോൾ ഇവർ പരസ്പരം പ്രണയത്തിലായി. മാസങ്ങൾ കഴിഞ്ഞപ്പോൾ സ്റ്റെഫിയുടെ കുടുംബം ഈ പ്രണയം അറിഞ്ഞു. കുടുംബം ആ പ്രണയം സമ്മതിച്ചില്ല. കാരണം സ്റ്റെഫി ക്രിസ്ത്യാനിയാണ്, രാജ്മോഹൻ ഹിന്ദുവാണ്. മതവ്യത്യാസം, കാസ്റ്റ് പ്രശ്നം, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയായിരുന്നു. എങ്കിലും അവരുടെ പ്രണയം അന്ധമാണല്ലോ. സ്റ്റെഫിയും രാജ്മോഹനും തങ്ങളുടെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. രാജ്മോഹന്റെ മാതാപിതാക്കൾ തങ്ങളുടെ മക്കളുടെ സന്തോഷമാണ് പ്രധാനമെന്ന് ചിന്തിച്ചു. അങ്ങനെ സ്റ്റെഫിയുടെ വീട്ടിലേക്ക് അവർ വന്നു. വിവാഹത്തെക്കുറിച്ച് സംസാരിച്ചു. 2 പക്ഷവും അംഗീകരിച്ചപ്പോൾ 2024 ഫെബ്രുവരി മാസം 19 പ്രണയം ആരംഭിച്ച് 2 വർഷത്തിനുള്ളിൽ വിവാഹം തീരുമാനിച്ചു. അങ്ങനെ സ്റ്റെഫിയുടെയും രാജ്മോഹന്റെയും വിവാഹം തീരുമാനിച്ചു കഴിഞ്ഞ് അവരുടെ വിവാഹം ശിവഗംഗയിലെ ഒരു ക്ഷേത്രത്തിൽ വെച്ച് നടന്നു. അത് രാജ്മോഹന്റെ സ്വദേശമാണ്. വിവാഹത്തിന് ശേഷം മീനമ്പാക്കം ചർച്ചിൽ റിസപ്ഷൻ സംഘടിപ്പിച്ചു. വിവാഹത്തിന് മുൻപ് ഈ രാജ്മോഹൻ എന്ന വ്യക്തിയുടെ കുടുംബം ആവശ്യപ്പെട്ടത് 100 പവൻ സ്വർണം കൂടാതെ ഒരു കാർ. പക്ഷെ സ്റ്റെഫിയുടെ കുടുംബത്തെക്കുറിച്ച് അറിയാമല്ലോ, അച്ഛനില്ല. അതുകൊണ്ട് തന്നെ അമ്മ എങ്ങനെയൊക്കെയോ സേവ് ചെയ്ത പണത്തിൽ നിന്നും 40 പവൻ സ്വർണം നൽകി. രാജ്മോഹന് 5 പവൻ സ്വർണം കൊടുത്തു. കൂടാതെ 2 ലക്ഷം രൂപ മൂല്യമുള്ള ഒരു ബൈക്കും വാങ്ങിക്കൊടുത്തു. റിസപ്ഷന് വേണ്ടി മാത്രം ഇവർക്ക് ഏകദേശം 5 ലക്ഷം രൂപ ചിലവായിട്ടുണ്ടെന്നും ചില സോഴ്സസ് പറയുന്നു. ഇവയ്ക്കെല്ലാം അപ്പുറം വീട്ടുപകരണങ്ങൾ, പാത്രങ്ങൾ, വിവാഹത്തിന് വേണ്ട എല്ലാ സാധനങ്ങൾ എല്ലാം വാങ്ങി. വിവാഹത്തിന് ശേഷം അവരുടെ വീടിനടുത്ത് തന്നെ സ്റ്റെഫിയെയും താമസിപ്പിച്ചു. അതായത് ഇവരുടെ വീട്ടിൽ നിന്നും ഒരു 200 മീറ്റർ അകലെ. ഇങ്ങനെ വിവാഹം കഴിഞ്ഞ് ആദ്യ കുറച്ച് മാസങ്ങളെല്ലാം സുഖമായി പോയി. 22 വയസ്സുള്ള സ്റ്റെഫി ഒരു പ്രൈവറ്റ് കമ്പനിയിൽ HR മാനേജറായി ജോലി ചെയ്യുകയാണ്. നല്ല ശമ്പളം, മികച്ച മോഡലിംഗ് പ്രോജക്റ്റുകളിൽ പങ്കെടുത്തു.
2021 മദ്രാസ് ഫാഷൻ ഐക്കോൺ അവാർഡ് നേടി. 28 വയസ്സുള്ള രാജ്മോഹൻ ഒരു എഞ്ചിനീയറായി ജോലി ചെയ്തു. സ്വപ്ന ജോബ്, നല്ല ശമ്പളം, നല്ലൊരു വിവാഹം, ഇങ്ങനെ സ്റ്റെഫിയുടെ ജീവിതം വളരെ നന്നായി തന്നെ പോയി. പക്ഷെ പതിയെ അവരുടെ സന്തോഷം മായാൻ തുടങ്ങി. സ്റ്റെഫി പതിയെ രാജ്മോഹൻ കുടുംബത്തിന്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കി. അവർ ആദ്യം മുതൽ തന്നെ സ്റ്റെഫിയുടെ ഈ കാസ്റ്റും റിലീജിയനൊക്കെ പറഞ്ഞവളെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. രീതികളെയും ചട്ടങ്ങളെയും ഒക്കെ ആരോപണം വച്ചു. സ്വന്തം അമ്മയുടെ വീട്ടിൽ നിന്നും പണം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് ശാരീരികമായി ഉപദ്രവിക്കുകയും ചെയ്തു. ഒരു ഗാർഹിക പീഡനം ആ വീട്ടിൽ അവൾ അനുഭവിക്കാൻ തുടങ്ങി. സ്റ്റെഫിയുടെ അമ്മയും മകളുടെ സന്തോഷത്തിന് വേണ്ടി ചെയ്യേണ്ടതെല്ലാം ചെയ്തു. എങ്കിൽ പോലും ഓരോ കാരണങ്ങൾ പറഞ്ഞ് കുത്തി നോവിപ്പിച്ചു. ഇതിന്റെ ഫലമായി അവൾക്ക് പാനിക് അറ്റാക്ക് പോലും ഉണ്ടായി. ഇതിനവർ പറഞ്ഞത്, സുഖമില്ലാത്ത നിന്നെയാണ് ഞങ്ങളുടെ മകന്റെ തലയിൽ പിടിച്ച് കെട്ടിച്ചു വെച്ചത്. ഇങ്ങനെ അതിനുപോലും അവളെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. ഓരോ പ്രശ്നം സൃഷ്ടിച്ച് അവളെ പീഡിപ്പിക്കാൻ തുടങ്ങി. മാധ്യമങ്ങൾ പറയുന്നത് സ്റ്റെഫിയുടെ മാസ ശമ്പളം പോലും അവരെടുത്തിരുന്നുവെന്നാണ്. അങ്ങനെ സ്റ്റെഫിയുടെ ജീവിതം മുന്നോട്ട് പോവുക തന്നെ ചെയ്തു. വിവാഹം കഴിഞ്ഞ മാസങ്ങൾക്ക് ശേഷം സ്റ്റെഫിക്ക് ഒരു മകൾ ജനിച്ചു. ഒരു കുഞ്ഞ് ജനിച്ചതിന് ശേഷമെങ്കിലും കുടുംബം മാറും, ഭർത്താവ് മാറുമെന്ന് സ്റ്റെഫി കരുതി. പക്ഷെ പിന്നീട് അവൾക്ക് മനസ്സിലായി ഇവരൊന്നും ഒരിക്കലും നന്നാവില്ല എന്ന്. ഇന്ന് ഈ സാങ്കേതിക വിദ്യ ഇത്രയും വളർന്ന കാലഘട്ടത്തിൽ പോലും മകൾ ജനിച്ചതിന് പോലും അവളെ കുറ്റപ്പെടുത്തി. സ്റ്റെഫി യാതൊരു ഭാഗ്യവും ഇല്ലാത്തവളാണെന്നും പറഞ്ഞവളെ വഴക്ക് പറയാൻ തുടങ്ങി. അടുത്ത് ഞാനീ പറയാൻ പോകുന്ന കാര്യം സത്യത്തിൽ ഇതെനിക്ക് ഒട്ടും മനസ്സിലായില്ല. നിങ്ങൾക്കിത് മനസ്സിലായെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റിൽ പറയാം. പെൺകുട്ടി ജനിച്ചത് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ആ കുഞ്ഞിനായി ഒരു തൊട്ടിൽ, 4 പവൻ സ്വർണം, 2 ലക്ഷം രൂപ, ഇതൊക്കെ ഈ രാജ്മോഹന്റെ കുടുംബം സ്റ്റെഫിയുടെ കുടുംബത്തോട് ആവശ്യപ്പെട്ടു. സത്യത്തിൽ ഇത് കേൾക്കുമ്പോൾ ആരാണ് നിങ്ങളൊക്കെ എന്താണ് ചിന്തിക്കുന്നത്? നിങ്ങൾ ഈ ലോകത്ത് തന്നെയാണോ ജീവിക്കുന്നത് എന്നൊക്കെ ചോദിക്കാൻ തോന്നുകയാണ്. പക്ഷേ ഇത് സ്റ്റെഫി തിരഞ്ഞെടുത്ത ജീവിതമായതുകൊണ്ട് കഴിയുന്നത്ര ആരോടും ഒന്നും പറയാതെ എല്ലാം സഹിച്ചവൾ ജീവിക്കാൻ ശ്രമിച്ചു. എന്നാൽ അപ്പോഴാണ് വീണ്ടും അവൾക്ക് മാനസിക ദുഃഖം നൽകുന്ന വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സത്യം അവൾ അറിഞ്ഞത്. വിവാഹത്തിന് മുൻപ് രാജ്മോഹൻ മറ്റൊരു പെൺകുട്ടിയുമായി പ്രണയത്തിലായിരുന്നു. ആ പെൺകുട്ടിയുടെ പേര് അവൻ ടാറ്റു ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടതോടെ സ്റ്റെഫിയുടെ ഹൃദയം തന്നെ തകർന്നുപോയി. അവൾ ചോദിച്ചതിന് രാജ്മോഹൻ മറ്റു ചില കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. ഇത് മാത്രമല്ല, ചില മാധ്യമങ്ങൾ പറയുന്നത് രാജ്മോഹന്റെ സഹോദരൻ കാർത്തിക് രാജ സ്റ്റെഫിയെ ശാരീരികമായി പീഡിപ്പിച്ചുവെന്നുമാണ്. ഇങ്ങനെ പ്രശ്നങ്ങൾ ദിവസേന വളർന്നപ്പോൾ സ്റ്റെഫി ഈ അവസ്ഥ ഒന്നും സഹിക്കാനാകാതെ അമ്മയോടും സുഹൃത്തിനോടും ഈ സംഭവങ്ങളെല്ലാം പറഞ്ഞു. അവൾ വീട്ടിലേക്ക് വന്നപ്പോൾ ആദ്യം അവർ സ്റ്റെഫിയെ ആശ്വസിപ്പിച്ച് തിരികെ അയക്കാൻ ശ്രമിച്ചു. പക്ഷെ പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലാക്കി സ്റ്റെഫി എന്ത് തീരുമാനിച്ചാലും ഞങ്ങൾ കൂടെ ഉണ്ടാകും, പിന്തുണ നൽകുമെന്നവർ അറിയിച്ചു. അത്തരമൊരു സാഹചര്യത്തിലാണ് 2025 മെയ് മാസം 2-ാം തീയതി സ്റ്റെഫിയും രാജ്മോഹനും തമ്മിലൊരു തർക്കമുണ്ടായി. സ്റ്റെഫിയുടെ സഹോദരനായ ഡാർവിൻ, അമ്മ സുനിത ദേവി, ഇവരൊക്കെ രാത്രിയിൽ ഒരു 9 മണിവരെയും അവരുടെ വീട്ടിലിരുന്ന് സ്റ്റെഫിയെ ആശ്വസിപ്പിച്ചിട്ട് അവളെ ആ വീട്ടിൽ തന്നെ ആക്കിയിട്ട് പോയി. പക്ഷേ ഇതൊരു വലിയ തെറ്റായിരുന്നു. അവർ സ്വന്തം വീട്ടിലേക്ക് പോയി അടുത്ത ചില മണിക്കൂറിൽ തന്നെ ഞാൻ ആമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. ഇവിടെ ഏറ്റവും ക്രൂരമായൊരു കാര്യം, ഡാർവിനും മറ്റാളുകളും സ്റ്റെഫിയുടെ വീട്ടിലേക്ക് വരുന്നത് വരെ, സ്റ്റെഫിയെ ബോധരഹിതയായി കിടക്കുന്ന കാഴ്ച കാണുന്നത് വരെയും ആ വീട്ടിൽ ആരും അവളുടെ അടുത്തേക്ക് വന്നില്ല. അവളെ സഹായിക്കാനോ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനോ വന്നിട്ടില്ല. ഫസ്റ്റ് എയ്ഡ് വേണ്ട, സ്റ്റെഫിയുടെ അടുത്ത് പോലും ആരും പോയിട്ടില്ലായിരുന്നു. കൂടാതെ അവളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയപ്പോൾ ശരീരത്തിൽ ഒരുപാട് മുറിവുകൾ ഉണ്ടായിരുന്നു, പാടുകൾ ഉണ്ടായിരുന്നു. ചില സ്ഥലങ്ങളിൽ രക്തം കട്ടയായി കാണപ്പെട്ടു. ഡാർവിൻ പറഞ്ഞത് അവളുടെ നഖങ്ങൾ പോലും നീല നിറമായി മാറിയിരുന്നു എന്നാണ്. പോലീസ് ആദ്യം ഈ ഒരു കേസിനെ ആക്സിഡന്റൽ ഡെത്ത് എന്ന് പറഞ്ഞ് അന്വേഷണം ഒന്നും നടത്താതെ കേസ് ക്ലോസ് ചെയ്തു. എന്നാൽ ഇതറിഞ്ഞ സ്റ്റെഫിയുടെ സഹോദരനായ ഡാർവിൻ വല്ലാതെ ദേഷ്യപ്പെട്ട് മണിമംഗലം പോലീസ് സ്റ്റേഷനിൽ വീണ്ടും ഒരു പരാതി നൽകി. സ്റ്റെഫിയുടെ ഭർത്തൃവീട്ടുകാർ അവളെ ദീർഘകാലം പീഡിപ്പിച്ചുവെന്നും മാനസികമായും ശാരീരികമായും തന്റെ സഹോദരി പീഡനത്തിന് ഇരയായി എന്നും അയാൾ ആരോപിച്ചു. കൂടാതെ സ്റ്റെഫി കരഞ്ഞുകൊണ്ട് തന്റെ ദുഃഖങ്ങൾ പറയുന്ന ഫോൺ കോൾ റെക്കോർഡ്സും അവിടെ സമർപ്പിച്ചു. ഇതെല്ലാം തന്നെ പോലീസ് പരിശോധിച്ചു. കൂടാതെ ഓട്ടോപ്സി റിപ്പോർട്ടിൽ സ്റ്റെഫിക്ക് പരിക്കുകളും, തലയിൽ ഗുരുതരമായ പരിക്കുകളും, ശ്വാസനാളത്തിൽ അനാവശ്യമായ ദ്രവ്യങ്ങളും കാണപ്പെട്ടു. ഇതുകൂടാതെ രാജ്മോഹൻ കുടുംബത്തിനെതിരെ ഇനിയും ഒട്ടനവധി തെളിവുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ഇതിനുശേഷമാണ് ആക്സിഡന്റൽ ഡെത്ത് എന്നും പറഞ്ഞ് ക്ലോസ് ചെയ്യാൻ ശ്രമിച്ച ഈ ഒരു കേസ് ഒരു കൊലപാതക കേസായി മാറിയത്. പോലീസ് രാജ്മോഹനെ വിളിച്ച് അന്വേഷണം നടത്തി. തുടക്കത്തിൽ ഒന്നും അയാൾ കൃത്യമായി മറുപടി പറഞ്ഞില്ല. പിന്നീട് അയാൾ തന്നെ എല്ലാം സമ്മതിച്ചു. ഞാൻ തന്നെയാണ് സ്റ്റെഫിയെ കൊന്നത് എന്ന്. പോലീസ് അതിന് ശേഷം എന്ത് നടപടിയെടുത്തു? അന്ന് രാത്രി സത്യത്തിൽ സ്റ്റെഫിക്ക് എന്താണ് സംഭവിച്ചത്? രാജ്മോഹൻ സ്റ്റെഫിയെ എന്തുകൊണ്ട് കൊന്നു? എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം
ഇനി അന്വേഷണങ്ങൾക്ക് ശേഷം മാത്രമേ അറിയാൻ സാധിക്കൂ. കാരണം ഈ ഒരു കേസിൻ്റെ അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. എന്നാൽ എൻ്റെ വിശ്വാസം അന്വേഷണം പൂർത്തിയായാൽ തീർച്ചയായും സ്റ്റെഫിക്കും കുടുംബത്തിനും ന്യായമായ വിധി ലഭിക്കുമെന്നാണ്. നമ്മൾ ഇന്ത്യയിൽ സ്ത്രീകൾക്ക് ഒരുപാട് അവകാശങ്ങൾ നൽകിയിട്ടുണ്ട്. സ്ത്രീകൾ പല മേഖലകളിലും വളരുന്നുണ്ട്. ഇതൊക്കെ ശരിയാണ്. പക്ഷെ നമുക്കറിയാത്തൊരു വസ്തുതയുണ്ട്. 4 മതിലുകൾക്കിടയിൽ സ്ത്രീകൾ അടിമകളായി പീഡിപ്പിക്കപ്പെടുകയാണ്. മാസങ്ങളും വർഷങ്ങളും പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതും ഈ സ്ത്രീധനത്തിന്റെ പേരിൽ. സ്ത്രീധന നിരോധന നിയമം 1961 തന്നെ കൊണ്ടുവന്നു. പക്ഷേ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം പോലും അങ്ങനെ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പലരും ഈ നിയമം തെറ്റായി ഉപയോഗിക്കുന്നുമുണ്ട്. വിവാഹശേഷം ആലിമണി ചോദിച്ച് തെറ്റായി ഉപയോഗിക്കുന്നവരുമുണ്ട്. ഇവിടെ ഏറ്റവും ക്രൂരമായ മറ്റൊരു കാര്യം എന്തെന്നറിയണ്ടേ? ഈ സ്ത്രീധനം എന്നത് പോലും ഒരു പ്രസ്റ്റേജായി, ഒരു അഭിമാനമായി കാണുന്നവർ പോലുമുണ്ട്. അറിയാതെ പോലും ഇത്തരം സംഭവങ്ങൾക്ക് മാതാപിതാക്കളും കാരണമാവുകയാണ്. ഈ സ്ത്രീധനം എന്ന പേരിൽ പെൺകുട്ടികളുടെ മാതാപിതാക്കളിൽ നിന്നും പണം കൊള്ളയടിക്കുന്ന ഈ മൃഗങ്ങൾ പറയുന്ന ഒരു കാര്യം, ഇതൊന്നും ഞങ്ങൾ ആവശ്യപ്പെട്ടതേ അല്ല, അവളുടെ കുടുംബം സ്നേഹത്തിന് വേണ്ടി നൽകിയതാണ്, ഇതൊരു സ്ത്രീധനമേ അല്ല, മകളുടെ ഭാവി സുരക്ഷയ്ക്ക് നൽകിയൊരു സമ്മാനമാണ് എന്നൊക്കെ യാതൊരു നാണവുമില്ലാതെ ചിരിച്ചുകൊണ്ട് പറയും. ഇവിടെ എനിക്ക് പറയാനുള്ളത്, സ്ത്രീധനം വാങ്ങുന്നത് തെറ്റാണെങ്കിൽ അത് നൽകുന്നതും തെറ്റാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ പറയണം. സ്ത്രീധനം വാങ്ങുന്നത് എങ്ങനെയാണോ തെറ്റായി മാറുന്നത്, അതുപോലെ തന്നെ മകളെ കല്യാണം കഴിക്കാൻ പോകുന്ന വരൻ 6 ഡിജിറ്റൽ സാലറി വാങ്ങുന്നവനായിരിക്കണം, സ്വന്തമായി വീടുണ്ടാകണം, കാറുണ്ടാകണം, അവന് കടങ്ങളൊന്നും പാടില്ല, ബാധ്യത പാടില്ല, ഹെലികോപ്റ്ററിൽ വന്നിറങ്ങണം, ഇങ്ങനെ അത് വേണം ഇത് വേണം എന്നൊക്കെ 1000 കണ്ടീഷൻസ് പെൺകുട്ടികളുടെ മാതാപിതാക്കൾ മുന്നിലേക്ക് വയ്ക്കാറുണ്ട്. അപ്പോൾ പിന്നെ ഇതിനെന്ത് പറയണം? ഇതും ഡൗർ തന്നെയല്ലേ, തെറ്റ് തന്നെയല്ലേ? പെൺവീട്ടുകാരോട് സ്ത്രീധനം ചോദിക്കരുത് എന്ന് പറയുന്ന അതേ വ്യക്തികൾ തന്നെയാണ് വരാൻ പോകുന്ന പുരുഷൻ ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ള കണ്ടീഷൻസ് നൽകുന്നത്. സത്യത്തിൽ ഈ 2 പേരും കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നന്നായി സമ്പാദിക്കുന്നുണ്ടോ, കാര്യങ്ങളെല്ലാം നന്നായി കൈകാര്യം ചെയ്യുന്നുണ്ടോ, നല്ല മനസ്സുണ്ടോ, നല്ല മനുഷ്യരാണോ? അങ്ങനെയാണെങ്കിൽ വിവാഹം കഴിപ്പിച്ചയക്കുക. ഇതാണ് നീതി. അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത്, ധനികനായ ഒരു പുരുഷനെ നിങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അവരും തിരിച്ചിതുപോലെ എല്ലാം ആവശ്യപ്പെടും, സ്ത്രീധനം ചോദിക്കും. അവസാനം ഈ കഥയിൽ സംഭവിച്ചതുപോലെയൊക്കെ സംഭവിക്കും. അതുകൊണ്ട് 2 വശത്തും മാറ്റം വരണം. ഒരു വശത്ത് മാത്രം മാറ്റം വന്നിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിൽ പറയുക. ഇങ്ങനെയുള്ള വളരെ വ്യത്യസ്തമായ കേസുകളെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇതുവരെയും ഒരു ലൈക്ക് പോലും ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നിങ്ങൾ നൽകുന്ന ലൈക്സ് ആയിരിക്കും ഒരുപാട് പേരിലേക്ക് ഈ വീഡിയോ, ഈ ചാനലിനെ കൊണ്ടെത്തിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.